പ്രൈസ് ദി ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വിഷയത്തിൽ നമ്മൾ ദിനം മനനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 31 തൊട്ട് 34 വരെയും അതോടൊപ്പം തന്നെ 19 തൊട്ട് വർഷം തൊട്ട് വചനം തൊട്ട് 10-ാം വചനം വരെ നമ്മൾ ഇത്, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 31 തൊട്ട് 34 വരെയും അതോടൊപ്പം തന്നെ 19 അധ്യായം 1 തൊട്ട് 10 വരെയുള്ള വചനങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ യെരുശലേമിലുള്ള അവസാനത്തെ യാത്രയുടെ ഒരു കാലഘട്ടമാണ് ഈ സമയത്ത് യേശു ഉണ്ടല്ലോ, നേരത്തെ മുൻകൂട്ടി ഉണ്ടല്ലോ ഇത് അദ്ദേഹത്തിൻ്റെ ക്രൂശാരോഹണത്തിനെ പറ്റി മുൻകൂട്ടി അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അദ്ദേഹം പിന്നെ പുനരുത്ഥാനം ഉണ്ടാകുന്ന കാര്യത്തെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. അദ്ദേഹം ഈ യാത്രയിൽ പല പാപികളെയും അദ്ദേഹം രക്ഷപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ജക്കയ്യയുടെ കഥ അതിൻ്റെ അകത്ത് ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ മേളി പറഞ്ഞ വചനങ്ങൾ രണ്ടിനും ഡെഡ് അഗനസ്റ്റായിട്ട് വിരോധാഭാസമായിട്ടുള്ള ഒരു വചനങ്ങളാണ്. ശിഷ്യന്മാരുടെ അജ്ഞാനതയും അതോടൊപ്പം തന്നെ പാപിയായ ജക്കയ്യയുടെ ഹൃദയ പരിവർത്തനം, ഇതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 31 തൊട്ട് 34 വരെയുള്ള വാക്യത്തിൻ്റെ അകത്ത് ഇത് പറയുന്നത് ദുഃഖത്തിൻ്റെയും മഹിമയുടെയും കഥയാണ് അവിടെ പറയപ്പെടുന്നത്. യേശു നമ്മൾ പറയപ്പെടുന്നത്, എന്നെ പിടിക്കപ്പെടും, എന്നെ അപമാനിക്കപ്പെടും, എന്നെ കൊല്ലപ്പെടുത്തും, പക്ഷേ ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ കാര്യങ്ങളൊന്നും ശിഷ്യന്മാർക്ക് പറഞ്ഞിട്ടവർക്ക് മനസ്സിലായില്ല. യഹോവയുടെ എല്ലാ മുൻകൂട്ടിയുള്ള ഓരോ തീരുമാനമാണ് ഈ മനുഷ്യർക്ക് പെട്ടെന്ന് മനസ്സിലാകാതെ പോകുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ഈ മരണവും പുനരുത്ഥാനത്തെ പറ്റി യഹോവയുടെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ്. ഈ തീരുമാനത്തിനെ ഉണ്ടല്ലോ നമ്മൾ മനസ്സിലാക്കില്ല. ഇവിടെ നമുക്ക് യേശുവിൻ്റെ ക്രൂശാരോഹണം എന്ന് പറയുമ്പോൾ അത് ദുഃഖത്തിൻ്റെ കഥയാണ്. അതായത് ആ ഗുഡ് ഫ്രൈഡേ പറ്റി നമ്മൾ പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ പുനരുത്ഥാനം എന്ന് പറയുന്നത്, അതായത് യേശു രണ്ടാമത് പുനർജീവിക്കുന്നത്, അത് ഒരു യേശുക്രിസ്തുവിൻ്റെ മഹിമയെപ്പറ്റിയാണ്, അത് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ പറ്റിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സന്ദർഭിതമായ അതിൻ്റെ വചനം, അതായത് യെശയ്യായുടെ 83-ാം അധ്യായത്തിൽ 3 തൊട്ട് 5 വരെയുള്ളത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ പ്രവചനം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ: യേശുക്രിസ്തു ദുഃഖം എടുക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സേവകനാണ്. അദ്ദേഹം പാപത്തിന്, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് വേണ്ടി അദ്ദേഹത്തിനെ അടിക്കുകയും അദ്ദേഹത്തിനെ പീഡിപ്പിക്കുകയും അദ്ദേഹത്തിനെ പരിക്കുകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്, കൊലപ്പെടുത്തുന്നു എന്നുള്ളത് നേരത്തെ മുൻകൂട്ടി യെശയ്യാ പ്രവാചകൻ 200 കൊല്ലം മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട, മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 33-ാം വാക്യത്തിൽ എന്താണ് ഇവിടെ പറയുന്നത്? യേശുവിനെ പറ്റി നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദുഃഖവും മരണത്തെപ്പറ്റിയും യഹോവയുടെ പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പം ഇത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. യഹോവ നേരത്തെ ഇതൊരു പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു തീരുമാനമാണ്. ആ തീരുമാനപ്രകാരമാണ് യേശു ഭൂമിയിൽ വരുന്നതും അത് കഴിഞ്ഞിട്ട് ഈ മരണപ്പെടുന്നതും അത് പുനരുത്ഥാനം ഉണ്ടാകുന്നതും. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 തൊട്ട് 10 വരെയുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ജക്കയ്യയുടെ ഹൃദയ പരിവർത്തനത്തെ പറ്റിയാണ് അവിടെ നമുക്ക് കാണുന്നത്. ജക്കയ്യ ഒരു പലിശ കൊടുക്കുവാനായിരുന്നു, വലിയ പണക്കാരനായിരുന്നു, പക്ഷേ പാപിയായ ഒരു വ്യക്തി കൂടായിരുന്നു. ജക്കയ്യ യേശുക്രിസ്തുവിനെ കാണാനായിട്ട് മരത്തിൻ്റെ മേളിൽ കയറി. അങ്ങനെ വന്നപ്പോൾ യേശുക്രിസ്തു അവിടെ മരത്തിൻ്റെ ചോട്ടിൽ ചെന്നിട്ട് വിളിച്ചു, ജക്കയ് ഇറങ്ങി വരൂ, ഞാൻ നിൻ്റെ വീട്ടിലാണ് ഇന്ന് അത്താഴം കൊണ്ടുവന്നത്. അപ്പോൾ ജക്കയ് ഉടനെ ഇറങ്ങി വന്ന് ഹൃദയ പരിവർത്തനം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ പാതി ഉണ്ടല്ലോ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അതേ ആരോടൊക്കെ അന്യായമായിട്ട് പണം വക്രിച്ചിട്ടുണ്ടോ അതിന് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുന്നു. ഈ രീതിയിലുള്ള ഹൃദയ പരിവർത്തനം ഉണ്ടല്ലോ ആണ് ജക്കയിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ യേശുക്രിസ്തു ഇവിടെ പറയുന്ന, ഇന്ന് ജക്കയുടെ വീട്ടിൽ രക്ഷ പ്രാപിച്ചിരിക്കുന്നു.
ജക്കയുടെ വീട് രക്ഷ പ്രാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. മനുഷ്യൻ്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരെ, അതായത് പാപത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്, അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്നാണ് യേശുക്രിസ്തു പറയപ്പെടുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഇത് ഈ പാപികളെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ യേശുക്രിസ്തു മുൻപോട്ട് വന്നിട്ട് ജക്കയെ സ്വയം വിളിച്ചിറക്കുവാൻ ചെയ്തത്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ പശ്ചാത്താപം നമ്മുടെ ബിഹേവിയറിലായിരിക്കണം അത് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എല്ലാ വ്യക്തികൾക്കും രക്ഷ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മളെല്ലാം പാപത്തിൽ മുഴങ്ങിക്കിടക്കുന്നവരാണ്. എജെക്കിയേലിൻ്റെ പുസ്തകം 34 അധ്യായം 16 വാക്യത്തിൽ ഈ പ്രകാരമാണ് പറയുന്നത്. യഹോവ നഷ്ടപ്പെട്ട് ഇരിക്കുന്നവരെ കണ്ടുപിടിക്കാനും അവരെ തിരിച്ചു രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. അതാണ് അവിടെ പറയപ്പെടുന്നത്. റോമൻസിൻ്റെ പുസ്തകം 5 അധ്യായം 8 വാക്യത്തിൽ പറയുന്നത് എന്താണ്? നമ്മളെപ്പം പാപത്തിൽ മുഴുകിക്കിടക്കുന്നു ആ സമയത്ത് യേശുക്രിസ്തു നമ്മളെ സ്നേഹിക്കുക ചെയ്തിട്ടുള്ളത്. നമ്മുടെ പാപത്തിൽ നമ്മൾ മുഴുകിക്കിടക്കുന്ന സമയത്ത് നമ്മളെ യേശുക്രിസ്തു വെറുക്കുകയല്ല ചെയ്ത്, നമ്മളെ നേരെ മറിച്ച് സ്നേഹിക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ രക്ഷ പ്രാപിക്കാൻ യേശുക്രിസ്തു സഹായിക്കുക ചെയ്ത്. 2 കൊരിന്ത്യർ 5 അധ്യായം 17 വാക്യത്തിൽ പറയുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതോടുകൂടി നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവൻ പുതിയതായി മാറുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. യഹോവയുടെ തീരുമാനത്തിനെ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ ഇത്ര ഈസിയല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ക്രൂശാരോഹണത്തിൽ കൂടെ നമ്മൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നവരായിത്തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ യേശു നമ്മളെപ്പോലുള്ള പാപികളായ ഓരോ വ്യക്തികളെയും പിടിച്ച് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് ഈ ഭൂമിയിൽ ക്രൂശാരോഹണത്തിന് വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ യഥാർത്ഥ പശ്ചാത്താപം ചെയ്ത് നമ്മുടെ ജീവനെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ് ജക്കയ്യെ പോലെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഇന്ന് ഈ ലോകത്ത് ധാരാളം പേര് പാപത്തിൻ ജീവിക്കുന്നവരാണ്, പാപത്തിൽ മുഴങ്ങി ജീവിക്കുന്നവരാണ്. യഹോവ അവരുടെ നമുക്ക് അവരുടെ യഹോവയുടെ അടുത്തേക്ക് നമുക്ക് പോകാനായിട്ട് പ്രയാസമുണ്ടെങ്കിലും ജക്കയുടെ കൂട്ട് നമ്മൾ അല്പം ഒരു ചുവട് നമ്മൾ മുൻപോട്ട് വയ്ക്കുമ്പോൾ യേശുക്രിസ്തു നമ്മളെ സ്വീകരിക്കുകയും നമ്മളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരവസരമാണ്. അങ്ങനെ നമ്മുടെ പാപങ്ങൾ നമുക്ക് ക്ഷമ കിട്ടുകയും പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് ഈ ബൈബിളിൻ്റെ ഈ അധ്യായത്തിൽ കൂടെ മനസ്സിലാകുന്നത്. ഒരു കഥകൾ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തി പലരെയും ബുദ്ധിമുട്ടിപ്പിച്ച് മോഷണവും വെട്ടിപ്പും ചെയ്ത് ഒത്തിരി പണം സമ്പാദിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒരു ദിവസം യഹോവയുടെ വചനം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം പരിവർത്തനം ചെയ്ത് അദ്ദേഹം എല്ലാവരുടെയും ആരുടെയൊക്കെ വെട്ടിച്ചോ അവരുടെ പൈസയെല്ലാം തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ പൈസ തിരിച്ചു കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ഞാൻ എൻ്റെ ജീവൻ പുനരുത്ഥാനപ്പെടുത്തിയിട്ടിരിക്കുകയാണ്, എൻ്റെ ജീവൻ പുതിയൊരു ജീവനായി മാറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് പശ്ചാത്താപം ചെയ്തിട്ട് പുതിയൊരു ജീവനിലേക്കായി തീരുവാനായിട്ട് നമ്മൾ ജക്കയ്യെ പോലെ നമ്മളെ തന്നെ പരിശോധിച്ച് നമ്മളത് പരിവർത്തനം ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷ വെറും വാക്കുകൊണ്ട് മാത്രമാകാതെ നമ്മുടെ ജീവൻ്റെ കാഴ്ചപ്പാട് കൊണ്ട് നമ്മുടെ ജീവൻ്റെ ഓരോ പ്രവർത്തനം കൊണ്ട് നമ്മളതിനെ എല്ലാവരെയും കാണിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇത് ഈ മൊത്തം വചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ക്രൂശാരോഹണത്തിൽ കൂടെ നമ്മൾ രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ മുഖ്യമായ ഇതിൽ ഈ വചനത്തിൽ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ബലിദാനത്തിനെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതായത് 18 അധ്യായം 31 തൊട്ട് 34 വരെ അതാണ് അതിൻ്റെ അകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. യേശു നമ്മളെ അന്വേഷിക്കുന്നതിൻ്റെ എങ്ങനെയാണ് നമ്മളെ അന്വേഷിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടിയിരിക്കുന്നത്. അത് 19 അധ്യായം 1 തൊട്ട് 5 വരെ അതാണ് കാണുന്നത്. യഥാർത്ഥ പശ്ചാത്താപം നമ്മൾ ചെയ്യുന്നത് വളരെ ആവശ്യമായിരിക്കുക. അത് 19 അധ്യായം 6 വാക്യം തൊട്ട് 10 വാക്യം വരെ അതാണ് നമുക്ക് കാണിക്കുക. 37-ാമത്തെ ദിവസം ഈ നമ്മുടെ വലിയ ഉപവാസത്തിൻ്റെ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്തുമാണ് പരിവർത്തനം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ ചിന്തിക്കണം, ഞാൻ ഈ ക്രൂശിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ക്രൂശാരോഹണത്തിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ എന്നെ തന്നെ പരിശോധിക്കേണ്ടിയിരിക്കും. രണ്ടാമത് ഞാൻ എൻ്റെ തുറന്ന ഹൃദയത്തോടുകൂടി ഞാൻ പശ്ചാത്തപിക്കുന്നുണ്ടോ എന്നുകൂടി ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കും. മൂന്നാമതായിട്ട് നമ്മുടെ ജീവനെ
യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ജീവനെ പരിവർത്തനം ചെയ്തിട്ടുണ്ടോ, അത് നമ്മൾ അതിൻ്റെ കാഴ്ചപ്പാട് നമ്മൾ പബ്ലിക്കിൽ കാണിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ഇങ്ങനെ 3 കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വളരെ ആവശ്യമാണ്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ എപ്പോഴും ചിന്തിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യം എങ്ങനെയാണ്. എൻ്റെ പിതാവേ, ഞാൻ നിൻ്റെ ബലിദാനത്തിനെ പറ്റി നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്ക് തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ തുറന്ന ഹൃദയത്തോടുകൂടി പശ്ചാത്തപിച്ച് ഞാൻ ജീവിക്കാനായിട്ടുള്ള ശക്തി എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ജീവനെ മൊത്തത്തിൽ പരിവർത്തനം ചെയ്ത് അത് എന്നെ പുതിയൊരു ജീവനാക്കി തീർക്കുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നാലാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഈ വിഷയം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാകുന്നു. ആ നഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നപ്പോൾ എന്നെ നീ തിരഞ്ഞെടുക്കാനായിട്ട് നീ വന്ന ഒരു സമയത്ത്, ആ തിരഞ്ഞെടുക്കുന്ന ഒരു സമയത്ത് ഞാൻ അതിനുവേണ്ടി ഒരു ആയുധമായി തിരഞ്ഞെടുക്കപ്പെട്ടു വിട്ടാനായിട്ടുള്ള എനിക്ക് അവസരം നിനക്ക് നീ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ വചനത്തിൻ്റെ ലൂക്കോസിൻ്റെ സുവിശേഷം 18 അധ്യായം 31 തൊട്ട് 34 19 അധ്യായത്തിൽ 1 തൊട്ട് 10 വരെയുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശു ക്രൂശിൽ കൂടി നമ്മളെ രക്ഷപ്പെടുത്തുന്നു നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത് നമ്മൾ എല്ലാ ദിവസവും യേശു നഷ്ടപ്പെട്ടിരിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നമ്മുടെ പുറകിൽ നടക്കുന്നുണ്ട്. നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ട് നടക്കുന്ന നമ്മളെ തിരഞ്ഞെടുക്കാനാണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി അവസരം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതിന് ഒരു ചുവട് നമ്മൾ ജക്കായുടെ കൂട്ട് മുൻപോട്ട് കാല് വെക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമതായിട്ട് നമ്മൾ യഥാർത്ഥ തുറന്ന ഹൃദയത്തോടുകൂടി മനസ്സുകൊണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് തിരിച്ചു വരവുണ്ടാകണം നമുക്ക്. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ കലീശയെ, നമ്മുടെ കൂട്ടുകാരെയും, നമ്മുടെ വീട്ടുകാരെയും, എല്ലാ നാട്ടുകാരെയും, എല്ലാ രാഷ്ട്രത്തെയും നമ്മളെല്ലാവരും ഈ പാവിയായി മുഴുകി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി നമ്മൾ പരിവർത്തനമാക്കി നമ്മുടെ ജീവിതത്തിനെ രക്ഷപ്പെടുത്തി പ്രാപിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അതിന് ഒരുക്കമുള്ളവരായി തീർന്ന് ജക്കയ്യെ പോലെ നമ്മൾക്ക് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ നമ്മൾ ഏറ്റു പറഞ്ഞേണ്ടത് ഒരവസരമായി മാറ്റാനായിട്ട് നമുക്ക് യോഗ്യത തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. ഗോഡ് ബ്ലസ് ടു ഓൾ.